സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് 4 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം, SI യൂണിറ്റ് സിസ്റ്റം. CGS സിസ്റ്റം എന്ന് പറയുമ്പോൾ ലെങ്ത് മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലാണ്, മാസ് മെഷർ ചെയ്യുന്നത് ഗ്രാം, ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. നെക്സ്റ്റ് വൺ ഈസ് FPS സിസ്റ്റം, ലെങ്ത് ഇൻ ഫൂട്ട്, മാസ് ഇൻ പൗണ്ട്, ടൈം ഇൻ സെക്കൻഡ്. തേർഡ് വൺ MKS system, that means length is in meter, mass in kilometer and time in second. അപ്പോൾ ഏത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. MKS, M മീൻസ് മീറ്റർ, K മീൻസ് കിലോഗ്രാം, S മീൻസ് സെക്കൻഡ്. FPS സിസ്റ്റം, F മീൻസ് ഫൂട്ട്, P മീൻസ് പൗണ്ട്, S മീൻസ് സെക്കൻഡ്. അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SI സിസ്റ്റം. ഇതിൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആണുള്ളത്. 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെങ്ത്ത്, അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് മീറ്റർ. മാസിൻ്റെ കിലോഗ്രാം, ടൈം സെക്കൻഡ്, കറണ്ട് ആംപിയർ, ടെമ്പറേച്ചർ കെൽവിൻ, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില CD, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്. ഇതാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അവയുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും. 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയനും സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറേഡിയൻ SR എന്നുള്ളതാണ്.